നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഒരു ക്രിക്കറ്റർ ആകാൻ കൊതിച്ച കുട്ടി ലോകം കണ്ട ഏറ്റവും വേഗമേറിയ മനുഷ്യനായി മാറിയ കഥ. ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ. അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. 1986 ജമൈക്കയിലെ ഒരു ഗ്രാമത്തിൽ വെല്ലസ്ലിയുടെയും ജെന്നിഫറിന്റെയും മകനായി ഉസൈൻ ജനിച്ചു. വെല്ലസ്ലി ഒരു ക്രിക്കറ്റ് ഫാൻ ആയിരുന്നു. അച്ഛനെ പോലെ അവനും ക്രിക്കറ്റ് തന്നെയായിരുന്നു ഇഷ്ടം. പാകിസ്ഥാനി ഫാസ്റ്റ് ബൗളർ വഖാർ യൂനുസിന്റെ പ്രകടനം കണ്ട് വലുതാകുമ്പോൾ ഇതുപോലെ ഒരു ഫാസ്റ്റ് ബൗളർ ആകാനായിരുന്നു അവന്റെയും ആഗ്രഹം. ക്രിക്കറ്റും ഫുട്ബോളും കൂടാതെ ഓടാനും അവന് വലിയ ഇഷ്ടമായിരുന്നു. തന്റെ 12ാമത്തെ വയസ്സിൽ സ്കൂളിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനായി അവൻ മാറി. ഹൈസ്കൂളിലെത്തിയപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നതിലും ഫുട്ബോൾ കളിക്കുന്നതിലും അവന്റെ വേഗത കണ്ട ക്രിക്കറ്റ് കോച്ച് അവനെ ഉപദേശിച്ചു. നീ മറ്റു ഗെയിമുകളിലല്ല, ഓട്ടത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ അന്നു മുതൽ അവൻ ഓടിത്തുടങ്ങി. മുൻ ഒളിമ്പിക്സ് സ്പ്രിന്റ് അത്ലറ്റിക്സ് ആയിരുന്ന പാബ്ലോ മക്നീനും ഡ്വെയ്ൻ ജാർഡറ്റും അവനെ കോച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2001 അവൻ തന്റെ ആദ്യത്തെ ഹൈസ്കൂൾ ചാമ്പ്യൻഷിപ്പ് മെഡൽ സ്വന്തമാക്കി. ആ ഓട്ടം അവൻ തുടർന്നുകൊണ്ടേയിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി 8 ഒളിമ്പിക് ഗോൾഡ് മെഡലുകൾ സ്വന്തം പേരിൽ കുറിച്ച ഉസൈൻ ബോൾട്ട് എന്ന ലോകോത്തര ഓട്ടക്കാരനായി തീരും വരെ. പക്ഷേ അപ്പോഴും കുട്ടിക്കാലത്ത് ഉസൈൻ ബോൾട്ട് കണ്ട ക്രിക്കറ്റർ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാതെ അങ്ങനെ തന്നെ കിടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2024 T20 വേൾഡ് കപ്പിന്റെ അംബാസഡർ ആകാനുള്ള ക്ഷണം ബോൾട്ടിനെ തേടിയെത്തുന്നത്. അങ്ങനെ ലോക ക്രിക്കറ്റിന്റെ ഭാഗമായും ഉസൈൻ ബോൾട്ട് മാറി. ചിലപ്പോഴൊക്കെ നമ്മൾ മറന്നുപോയാലും നമ്മൾ മറന്ന സ്വപ്നങ്ങൾ ദൈവം ശരിയായ സമയത്ത് നമ്മളെ കൊണ്ട് പൂർത്തിയാക്കിയിരിക്കും. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.